ജൂലൈ 19 ഏകദേശം രണ്ടാഴ്ച മുമ്പ് മാത്രം ഇന്ത്യയിൽ നിന്ന് അയർലൻഡിലെത്തിയ ആമസോൺ ജീവനക്കാരൻ കുട്ടികളുടെ പീഡകൻ എന്ന വ്യാജ ആരോപണത്തിന് വിധേയനായി. ആണും പെണ്ണും ഉൾപ്പെട്ട കൗമാരക്കൂട്ടത്തിന്റെ ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി. അദ്ദേഹത്തിന് ഗുരുതരമായി പരിക്കുപറ്റി. ചോരയിൽ കുളിച്ച് നിസ്സഹായനായി നടന്ന ഇന്ത്യക്കാരനെ സഹാനുഭൂതി നിറഞ്ഞ ജെന്നിഫർ എന്ന ഐറിഷ് വനിതയുടെ സമയോചിത ഇടപെടൽ മൂലം അടുത്തുള്ള താല ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണ്ട ശുശ്രൂഷകൾ ലഭിക്കുകയുമായിരുന്നു. തുടർന്ന് ഇവർ ഇദ്ദേഹത്തിന്റെ താമസ സ്ഥലത്തെത്തുകയും കൂടെ താമസിച്ചിരുന്ന കുടുംബത്തോട് ചോദിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുകയും കുട്ടികളുടെ പീഡകനല്ല, നാട്ടിൽ ഭാര്യയും കുഞ്ഞുമുള്ള കുടുംബസ്ഥനാണെന്ന് ഉൾപ്പെടെ സ്വന്തം ലൈവ് വീഡിയോ അയർലൻഡിലെ സമൂഹത്തിന് മുൻകരുതലെടുക്കാൻ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് രാഷ്ട്രീയ സാമാജികരുടെ രോക്ഷം അണമുട്ടിയൊഴുകിയത്. തുടർന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ജെന്നിഫർ എന്ന ഐറിഷ് വനിതയ്ക്ക് സ്വീകരണമൊരുക്കി പ്രവാസി ഇന്ത്യക്കാർ മുന്നിലിറങ്ങി. വാട്ടർഫോർഡിൽ ഒരു 6 വയസ്സുകാരിയെ പുതിയതായി താമസമാക്കിയ വീടിന് മുമ്പിലെ പൊതു കളിസ്ഥലത്ത് ജോലിക്ക് പോയ പിതാവിന്റെയും അകത്ത് കൊച്ചുകുഞ്ഞിന് പാലെടുക്കാൻ പോയ അമ്മയുടെയും അസാന്നിധ്യത്തിൽ സൈക്കിൾ ഇടിപ്പിച്ച് ഉപദ്രവിച്ചു എന്നതും വംശീയ അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ച് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാൻ അവകാശപ്പെട്ടു എന്നതും അയർലൻഡിലും ഇന്ത്യയിലും വാർത്താ പ്രാധാന്യം നേടിയ സംഭവമാണ്. രാത്രിയിൽ സുഹൃത്തിനോടൊപ്പം നടക്കാനിറങ്ങിയ സന്തോഷിനെ ഒരു കൂട്ടം കൗമാരക്കാർ യാതൊരു പ്രകോപനവുമില്ലാതെ ആക്രമിച്ചു. ഈ സംഭവത്തിൽ അദ്ദേഹത്തിന്റെ കവിളിലൊടിയുകയും ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കുകയും ചെയ്തു. 4 വർഷം മുമ്പ് അയർലൻഡിലെത്തി അവിടെ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച ഡാറ്റ സയന്റിസ്റ്റാണ് സന്തോഷ് യാദവിന് നേരെ അടുത്തിടെയുണ്ടായ ക്രൂരമായ ഒരു ആക്രമണം. അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളെയും സുരക്ഷയെക്കുറിച്ചുള്ള വിശ്വാസത്തെയും അത് തകർത്തു. വേദനയോടെ അദ്ദേഹം മാധ്യമമായ ദ ക്വിന്റിനോട് പങ്കുവച്ച വിവരങ്ങൾ അയർലൻഡിൽ വർദ്ധിച്ചു വരുന്ന വംശീയ അതിക്രമങ്ങളുടെ ഭീകരത വിളിച്ചോതുന്നതാണ്. ഈ ആക്രമണത്തിന് ശേഷം തന്റെ സ്വന്തം നാട്ടിലുള്ള കുടുംബം ഭയത്തോടെ സന്തോഷിനോട് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെടുകയാണ്. കുറ്റവാളികളെ പിടികൂടാൻ പോലീസ് വേണ്ടത്ര നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കുടിയേറ്റ സമൂഹത്തിൽ നിലനിൽക്കുന്ന അരക്ഷിതാവസ്ഥയ്ക്ക് അടിവരയിടുകയാണ്. തുടർന്ന് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കിടെ ഡബ്ലിനിലും മറ്റു നഗരങ്ങളിലും നിരവധി വംശീയ ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഓഗസ്റ്റ് 10 3 പേർ ചേർന്ന് ആക്രമിച്ച ഇന്ത്യക്കാരന് 8 തുന്നലുകൾ വേണ്ടിവന്നു. അയാൾ ഇപ്പോൾ രാജ്യം വിടാൻ ആലോചിക്കുകയാണ്. IT പ്രൊഫഷണൽ, ടാക്സി ഡ്രൈവർ മുതൽ 6 വയസ്സുള്ള കുഞ്ഞു പോലും ഇതിന് ഇരകളാണെന്ന് ലോക സമൂഹം വിലയിരുത്തി വിചാരണകൾ നടത്തി. എന്ത് കേട്ടാലും തരത്തിന് മറുപടി പറയുന്ന മറുനാടൻ മലയാളി ഉൾപ്പെട്ട യൂട്യൂബ് വീഡിയോ അല്ലെങ്കിൽ വ്ലോഗർ സമൂഹം അയർലൻഡിൽ ഇന്ത്യക്കാർ സുരക്ഷിതരല്ല എന്ന ഉപദേശം നൽകുകയും ചെയ്തിരുന്നു. ചിലർ എങ്ങനെയും അവിടം വിട്ടാൽ തെറ്റില്ല എന്നുവരെ പറഞ്ഞു. മറ്റു ചിലർ ഇന്ത്യക്കാരുടെ ആഘോഷങ്ങളെയും പള്ളി, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നും എത്തിയ പള്ളികളുടെ പുറത്തെ പെരുന്നാൾ മത്സരം, അമ്പല ഘോഷയാത്രകളും ഡിങ്കിരി ഗ്രൗണ്ട് കൂത്താട്ടങ്ങളും പ്രമേയമാക്കി. ആരും പുറത്തിറങ്ങരുത് എന്ന് വരെ പറഞ്ഞു വരുത്തി. എന്നിരുന്നാലും ഇങ്ങനെയുള്ള ക്രൂരമായ ആക്രമണങ്ങളുടെ മാധ്യമ വാർത്തകളുടെ വർണ്ണനകൾ ഇന്ത്യൻ സമൂഹത്തിൽ ഭയം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 80,000-ന് മുകളിൽ ഇന്ത്യൻ സമൂഹവും ബാക്കി ഐറിഷ് പാസ്പോർട്ട് എടുത്ത വിദേശ ഐറിഷ് ഇന്ത്യക്കാരുടെ സമൂഹമുള്ള പഴയ ക്രിസ്ത്യൻ രാജ്യമാണ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. എന്നാൽ ഇന്ന് മിക്കവരുടെയും ക്രൈസ്തവത ഇപ്പോൾ പേരിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത്. കഴിഞ്ഞ ആക്രമണത്തെ തുടർന്ന് മാത്രം ഡബ്ലിനിലെ ഇന്ത്യൻ എംബസിയിൽ ഓഗസ്റ്റ് പകുതി വരെ 13ഓളം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അയർലൻഡിൽ ജീവിക്കുന്നവ മിക്ക പ്രവാസികളും ഇതൊക്കെ കാറ്റിൽ പറത്തി ജോലിക്ക് പോകുന്നു. വേനൽക്കാലം ആഘോഷിച്ച് പാർട്ടികളിൽ പങ്കെടുത്ത മറ്റ് യൂറോപ്പിലെ വംശീയ ആക്രമണം നിലനിൽക്കുന്ന രാജ്യങ്ങൾ സന്ദർശിച്ചു. എന്നാൽ അവർ എല്ലാവരും ആക്രമിക്കപ്പെടുന്നില്ല. ഭൂരിപക്ഷ കുടുംബങ്ങൾ, കുട്ടികൾ ആക്രമിക്കപ്പെടുന്നില്ല. അപ്പോൾ എന്താണ് ഒറ്റപ്പെട്ട സംഭവം? ആദ്യം ശ്രദ്ധിക്കേണ്ടത് അയർലൻഡ് ഒരു ദ്വീപ് രാജ്യമാണ്. അവിടെ ഇപ്പോഴും ബ്രിട്ടീഷ് സർക്കാർ കയ്യേറി ഭരണം നടത്തുന്ന ബെൽഫാസ്റ്റ് ഉൾപ്പെട്ട ചെറിയ വടക്കൻ അയർലൻഡ് രാജ്യവും യൂറോപ്പിന്റെ ഭാഗമായ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന വലിയ രാജ്യവും ചേർന്നതാണ്. 2 രാജ്യങ്ങൾ തന്നെ. വടക്ക് ബ്രിട്ടീഷ് പോലീസും മറുഭാഗത്ത് അയർലൻഡ് പോലീസും ഗാർഡ ക്രമസമാധാനം നടത്തുന്നു. രണ്ടും ഒന്നല്ല. അതായത് ഒരിടത്ത് ബ്രിട്ടീഷ്, അപ്പുറത്ത് ഐറിഷ് രാജ്യം. അവിടെയും ആക്രമണം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അവിടുത്തെ ആക്രമണം ഇവിടത്തെ കൂട്ടിക്കുഴയ്ക്കരുത്. അയർലൻഡിൽ ആക്രമണമില്ലേ? ഉണ്ട്, മുമ്പും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പല വിദേശികളും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടാകുന്നുമുണ്ട്. മിക്കവാറും എല്ലാം സന്ധ്യ മയങ്ങുന്ന സമയം അല്ലെങ്കിൽ അസമയം. കൂടാതെ എല്ലാ ആക്രമണങ്ങളും വംശീയ ആക്രമണങ്ങളല്ല. ചില വാർത്തകൾ പിടിച്ചുപറിയും കൊള്ളയുമായി ബന്ധപ്പെട്ടതുമാണ്.
മുമ്പും അയർലൻഡിൽ ടൗണുകളിൽ ഇടുങ്ങിയ മേഖലകളിൽ തന്നിഷ്ടക്കാരായ അലഞ്ഞുതിരിയുന്ന ലോക്കൽ കുട്ടികൾ ഉൾപ്പെടെ ചില കൂട്ടങ്ങൾ കുടിയേറ്റക്കാരെ നോക്കി കൊഞ്ഞനം കുത്തുകയും ഐറിഷ് ജനതയുടെ സാധനങ്ങൾ അടിച്ചു മാറ്റുകയും കാറണിച്ചിലുകൾ എറിഞ്ഞു തകർക്കുകയും ചെയ്തു. ചിലത് വലിയ ആക്രമണം അല്ലെങ്കിൽ കൊള്ളയായി മാറുകയും ചെയ്തിരുന്നു. മിക്ക വീടുകളിലും എത്തി ബെല്ലടിച്ചോടുകയും ഹാലോവിൻ ദിവസങ്ങളിൽ സാധനങ്ങൾ കത്തിക്കൽ, ഷോപ്പിലെ സാധനങ്ങൾ അടിച്ചുമാറ്റൽ, നിരോധിച്ച പടക്കം പൊട്ടിക്കൽ ഇവയൊക്കെ സർവ്വസാധാരണമായിരുന്നു. ടാക്സി ഡ്രൈവർമാരെയും പിസ്സ ഡെലിവറിക്കാരെയും ആക്രമിക്കുക, പബ്ലിക് ഹോളിഡേ ആയ ആഴ്ച അവസാനം കാറുകൾ കത്തിക്കുക ഒക്കെ ചില ഉദാഹരണങ്ങൾ മാത്രം. വെടിവെപ്പ് മുതൽ കത്തിക്കുത്തു വരെ സമൂഹത്തിൽ നടന്നിരുന്നത് സമൂഹത്തിന് അന്യമല്ല. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ വിവിധ പ്രതിസന്ധി ഉടലെടുത്തു. അവ മറ്റിടങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. അതിൽ യുക്രൈൻ, പലസ്തീൻ അഭയാർത്ഥികൾ എത്തിയതോടെ വർദ്ധിച്ചു വരുന്ന ഭവന പ്രതിസന്ധിയാണ് മുന്നിൽ. വീടുകളിലെ ലഭ്യതയും വാടക കുത്തനെ കൂട്ടിയതും ഇന്ത്യക്കാർ പറയുന്ന വിലയ്ക്ക് വീടുകൾ വാങ്ങുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. COVID-19 മഹാമാരിക്ക് ശേഷം വാടക 48% വർദ്ധിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ കോവിഡിന് ശേഷം ജോലി തേടിയെത്തിയ പുതുതലമുറ ഇന്ത്യക്കാരുടെ സമൂഹത്തിന് ഇതൊക്കെ അന്യമായി. കോവിഡിന് ശേഷം അടച്ചിട്ടപ്പെട്ട പൊതുതലമുറയുടെ വരവും വർധനയും ചില തൽപര കക്ഷികൾ, ചെറിയ ബിസിനസ് കൂട്ടം കാശിനു വേണ്ടി പരിപാടികൾ സ്പോൺസർ ചെയ്ത് നടത്തുന്ന ഗ്രൗണ്ട് കയ്യേറി ഒച്ചയും ബഹളവും വെച്ച് നടത്തുന്ന ഡിങ്കിരി ഗ്രൗണ്ട് കൂത്താട്ടങ്ങളുടെ പെട്ടെന്നുണ്ടായ പ്രളയവും ഐറിഷ് സംസ്കാരം ദ്വീപ് കടന്നു പോകുമെന്ന പേടിയും തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്ക് വിദേശം പ്രചരിപ്പിക്കുന്നതിന് അവസരമൊരുക്കി. ഈ സാഹചര്യം ഒരു വിഭാഗം ആളുകളെ കുടിയേറ്റക്കാർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. എന്നാൽ കഴുകന്റെ കണ്ണുകളുമായി പമ്മിയിരുന്ന അയർലൻഡിൽ ഈ സാഹചര്യം മുതലെടുത്തത് ആരൊക്കെയാണ്? ആളുകൾ തെരുവിലിറങ്ങിയത് കണ്ട നിരവധി ആളുകൾ സാഹചര്യം മുതലാക്കി. ആദ്യമൊക്കെ ശാന്തമായ മൗനം പാലിച്ചുകൊണ്ട് മാത്രം നടത്തിയ പ്രതിഷേധം കൈവിട്ടു. ആൾക്കൂട്ട ആക്രോശത്തിലേക്ക് വഴിമാറിയപ്പോഴും ആദ്യം മൗനം പാലിച്ചുകൊണ്ട് പ്രകടനം നടത്തിയ ഇന്ത്യൻ പ്രവാസികൾ പുറകിലേക്ക് വരിഞ്ഞു. പിന്നീട് കണ്ടത് തെരുവിൽ ആക്രോശിച്ച് പ്രകടനം നടത്തിയ അയർലൻഡിലെ കേരള അനുകൂല ഇടത് സംഘാടകരെയാണ്. തൊഴിലാളി പ്രസ്ഥാനം എന്നതിൽ നിന്ന് മാറി പലസ്തീൻ മാർച്ച് എന്ന അവസ്ഥയിൽ ഇടതു സംഘാടകർ കാര്യങ്ങൾ എത്തിച്ചു. പലസ്തീൻ ഷാൾ കഴുത്തിൽ ചുറ്റി മൈക്രോഫോൺ പിടിച്ച് മുദ്രാവാക്യം വിളിച്ച് മുന്നേറിയ വനിതയും ഇതിനൊരു അപവാദം മാത്രം. പിന്നീട് ഇതിനെ വെല്ലുന്ന പ്രകടനവുമായി ദേശീയ കമ്മ്യൂണിറ്റി എത്തി. അതിലെടുത്തു പറയേണ്ടത് അയർലൻഡിൽ ഉത്തരേന്ത്യക്കാരനായ പീസ് കമ്മീഷണർ നടത്തിയ ദേശീയ യാത്രയാണ്. എന്നാൽ അത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ കൂറുമുന്നണികൾ ആയതോടെ കൂടെയുണ്ടായിരുന്ന പലരും ഈ രണ്ട് മുന്നണിയും കൈവിട്ടുവെന്നത് മറ്റൊരു സത്യം. വൈകി എത്തിയ ഇന്ത്യൻ കൗൺസിൽ എന്ന ഒരു ഓർഗനൈസേഷൻ ഫലത്തിൽ കാര്യങ്ങൾ അയർലൻഡിലെ മന്ത്രി മുമ്പാകെ വെളിപ്പെടുത്തി. അവരുടെ ഇന്ത്യ ഡേ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ചു. മന്ത്രിമാരുമായി സംസാരിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകും മുമ്പ് മനസ്സിലാക്കി. കൂടെ നിന്നു. പറയാനുള്ളത് പറയണം. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. തുടർന്ന് രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ക്ഷമ ചോദിക്കുന്നത് മാലോകർ കണ്ടു. ഐറിഷ് പ്രസിഡന്റ് മൈക്കിൾ ഡി ഹിഗിൻസ് ഈ ആക്രമണങ്ങളെ നിന്ദ്യമെന്ന് വിശേഷിപ്പിക്കുകയും രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയുകയും ചെയ്തു. അയർലൻഡിലെ ഇന്ത്യൻ സമൂഹത്തിനെതിരായ ഈ ആക്രമണങ്ങളെ ഐറിഷ് സർക്കാർ ശക്തമായി അപലപിച്ചു. ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ആക്രമണങ്ങളെ അപലപിക്കുകയും ചെയ്തു. ഐറിഷ് എക്കണോമിക്ക് ഇന്ത്യൻ സമൂഹം നൽകുന്ന വിലപ്പെട്ട സംഭാവനകളെ അവർ വളരെയധികം വിലമതിക്കുകയും ചെയ്തു. ഇന്ത്യൻ എംബസിയും ഈ വിഷയത്തിൽ സജീവമായി ഇടപെട്ടു. ഇന്ത്യൻ പ്രവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ഇന്ത്യൻ അംബാസിഡർ അഖിലേഷ് മിശ്ര ഐറിഷ് അധികാരികളുമായി ഇപ്പോഴും നിരന്തരം ബന്ധപ്പെടുകയും ചെയ്യുന്നു. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടികൾ, സോഷ്യൽ മീഡിയ പരിശോധന ഉൾപ്പെടെ വിവിധ തീരുമാനങ്ങൾ ഇപ്പോൾ ഐറിഷ് സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉയർന്നു വന്ന ഈ വെല്ലുവിളി മറികടക്കാനായി ആദ്യമായി ചെയ്യേണ്ടത് നിയമപരമായ ഇടപെടലുകളാണ്. ആഘോഷങ്ങൾ വേണം, ആഘോഷങ്ങൾ ഒഴിവാക്കണമെന്നല്ല. മുമ്പും ആഘോഷങ്ങൾ അയർലൻഡിൽ കുടിയേറ്റ ജനതയുടെ കൂടെ ഉണ്ടായിരുന്നു. അവ കൂടുതലും ഇൻഡോറായി നടത്തപ്പെട്ടു. പൊതുവെ ശാന്തത പുലർത്തുന്ന ആഘോഷം. ഐറിഷ് ജനതയ്ക്ക് മുൻ തലമുറയിലെ ഇന്ത്യൻ സമൂഹം ശല്യമുണ്ടാക്കാതെ അയർലൻഡ് ജനതയുമായി ചേർന്ന് ജീവിച്ചു. മറ്റുള്ളവരെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. കാരണം മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. സമൂഹത്തിൽ ഇണങ്ങി ജീവിക്കണം. അതായത് ഇന്റഗ്രേഷൻ ആണ് വേണ്ടത്. സംസ്കാരം അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. പകരം തദ്ദേശ സംസ്കാരവുമായി ഇഴുകിച്ചേരണം. ലോക്കൽ പരിപാടികളിൽ പങ്കെടുത്ത് പരിചയക്കാരാകണം. കുട്ടികളെയും കൂട്ടി പുറത്തു പോകണം. ആഘോഷങ്ങൾ സമൂഹത്തിൽ നടത്താനും മറ്റുള്ളവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ സമൂഹം നമുക്ക് ഒത്തുമാറും, ഇണങ്ങും. പല രാജ്യത്തും പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട വംശീയ അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നിരുന്നാലും എല്ലാ ഐറിഷ് ജനതയും കുടിയേറ്റ വിരുദ്ധരല്ല. നമുക്ക് ആശ്വസിക്കാം. ഭയമല്ല, ജാഗ്രത അതുമാത്രം മതി.